നമസ്കാരം. ഈ വർഷത്തെ വിഷുവിന് വളരെയധികം പ്രത്യേകതകളുണ്ട്. ശനി മീനം രാശിയിൽ പ്രവേശിച്ചതും 2.5 വർഷത്തോളം മീനം രാശിയിൽ തന്നെ തുടരുന്നതും എല്ലാം ജീവിതത്തിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുന്നതാണ്. ഏപ്രിൽ 14-നാണ് വിഷു ആഘോഷിക്കപ്പെടുന്നത്. പുതുവർഷത്തിൽ, അതായത് ഈ പുതിയ വർഷത്തിൽ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും നിറയ്ക്കുന്നതായ ഒരു ദിവസം കൂടിയാണ് ഇത്. ഈ വർഷം തന്നെ, അതായത് വിഷു മുതൽ തന്നെ ജീവിതം മാറി മറിയുന്ന ചില രാശിക്കാരുണ്ട്. വർഷം മുഴുവൻ ഈ സൗഭാഗ്യം ഇവർക്ക് നീണ്ടു നിൽക്കാവുന്നതുമാണ്. എന്നാൽ ജാതകവശാൽ നിങ്ങൾക്കുണ്ടാകുന്നതായ ഗുണദോഷ ഫലങ്ങൾ കൂടി പരിശോധിക്കപ്പെടേണ്ടതുമാണ്, അല്ലെങ്കിൽ പരിഗണിക്കേണ്ടതാണ്. ഏതെല്ലാം രാശിക്കാർക്കാണ് വിഷു മുതൽ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാവുക, അഥവാ ധനപരമായ നേട്ടങ്ങളിലേക്ക് കൂടുതലായും നയിക്കുക എന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം. ഇടവം രാശി. കാർത്തിക അവസാനം 1/4 ഭാഗം, രോഹിണി, മകീരം ആദ്യ പകുതി എന്നീ നക്ഷത്രക്കാരാണ് ഇടവം രാശിയിൽ വരുന്നത്. ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികപരമായ വളർച്ചയിലേക്ക് നയിക്കുന്നതായ യോഗം കാണപ്പെടുന്നതായ സമയമാണ്. പുതിയ ജോലിയും പുതിയ അവസരങ്ങളും നിങ്ങളെ തേടിയെത്തും. പല വിധത്തിൽ ജീവിതത്തിൽ അനുകൂലമായ മാറ്റങ്ങൾ തേടിയെത്തുന്നതായ സാഹചര്യങ്ങൾ ഇതിന്റെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. വളരെയധികം പ്രയാസങ്ങൾ ജോലിയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനുഭവപ്പെടുന്നു എങ്കിൽ ക്രമേണ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാക്കുകയോ അത്തരം കാര്യങ്ങളിൽ അനുകൂലമായ അവസരങ്ങൾ തേടിയെത്താം. കുടുംബത്തിന്റെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുക, കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കുന്നതായ പ്രവൃത്തികൾ ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കാവുന്നതാണ്. ആരോഗ്യ കാര്യത്തിലും സ്ഥിതി കൂടുതൽ അനുകൂലമായി തീരുന്നതുമാണ്. കൂടാതെ ബിസിനസ് ആരംഭിക്കുന്നവർക്കും അനുകൂലമായ സമയം തന്നെയാണ് വന്നു ചേരുക. ബിസിനസ് പരമായ നേട്ടങ്ങൾ, ധനപരമായ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. ഭാഗ്യവർഷമായി തന്നെ 2025 ഈ വിഷു മുതൽ തന്നെ നിങ്ങൾക്ക് കണക്കാക്കാവുന്നതുമാണ്. കാരണം അത്തരത്തിലുള്ള അനുകൂലമായ കാര്യങ്ങളാണ് ജീവിതത്തിലേക്ക് വന്നു ചേരുക. പല പ്രതിസന്ധികളും ജീവിതത്തിൽ അനുഭവിക്കുന്നവരാണ് നിങ്ങൾ. എന്നാൽ പരിഹാരം കാണുവാൻ സാധിക്കുന്നില്ല എന്നതും നിങ്ങൾ നേരിടുന്നതായ പ്രശ്നമാണ്. ഒന്നിനു മുകളിൽ ഒന്നായി പ്രശ്നങ്ങൾ, ധനപരമായ നഷ്ടങ്ങൾ, ധനപരമായ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ സാധിക്കാതെ പ്രയാസങ്ങൾ, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മോചനം നൽകുന്നതായ ഒരു ദിവസം തന്നെയാണ് കടന്നു വരിക. വിഷു മുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരാം. അനുകൂലമായ സാഹചര്യങ്ങൾ ഈ വർഷം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. കർക്കിടകം. കർക്കിടകം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് പുണർദം അവസാന കാൽഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രക്കാർ. കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരുന്ന സാഹചര്യങ്ങളാണ് വന്നു ചേരുക. കരിയറുമായി ബന്ധപ്പെട്ടും ജോലിയുമായി ബന്ധപ്പെട്ടും പോസിറ്റീവായ മാറ്റങ്ങൾ കടന്നു വരാം. പല വിധത്തിലും നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്നതായ സമയമാണ്. ക്രിയേറ്റീവായി കാര്യങ്ങൾ ചിന്തിക്കുവാൻ സാധിക്കും. കൂടാതെ പല ലക്ഷ്യങ്ങളും ഈ സമയം പൂർത്തീകരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ബിസിനസ് പരമായി മികച്ച നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിച്ചു എന്ന് വരാം. അത് ജീവിതത്തിൽ പല കാര്യങ്ങളിലും പ്രതീക്ഷിക്കാവുന്നതാണ്. എന്നാൽ നിങ്ങൾ പ്രധാനമായും അഭിമുഖീകരിക്കുന്നതായ പ്രശ്നം, കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാകുന്നു എങ്കിൽ പോലും അവസാന നിമിഷം തട്ടിത്തെറിച്ചു പോവുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ ചില പ്രവൃത്തികൾ നഷ്ടങ്ങൾ വന്നു ചേരുന്നതായ സാഹചര്യം, ശത്രുദോഷത്താൽ പല കാര്യങ്ങളും നിങ്ങളിൽ നിന്നും അകലുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വന്നു ചേരേണ്ടതായ സൗഭാഗ്യം തട്ടിത്തെറിച്ചു പോകുന്ന സാഹചര്യമോ ഉണ്ട്. അതിൽ മാറ്റങ്ങൾ വന്നു ചേരും. അഭിവൃദ്ധിയും സമൃദ്ധിയും നിങ്ങൾക്ക് വന്നു ചേരുന്ന ഒരു വിഷു തന്നെയാണ് വന്ന് ഭവിച്ചിട്ടുള്ളത്. അത് നിങ്ങൾക്ക് പ്രകടമാകുന്ന സാഹചര്യം തന്നെയാണ് വന്നു ചേരുക. ആത്മീയ കാര്യങ്ങളിൽ പോലും കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാകും. കൂടുതൽ താല്പര്യം വർദ്ധിക്കും. അത് ഈശ്വരാധീനം വർദ്ധിക്കുന്നതിന്റെ പ്രകടമായ സൂചന തന്നെയാണ്. കൂടാതെ ഈ സമയം മികച്ചതായ മുന്നേറ്റങ്ങൾ നടത്തുവാനുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. യാതൊരുവിധ സംശയത്തിനും ഇട നൽകാതെ ധനപരമായ നേട്ടങ്ങളിലും മറ്റ് കാര്യങ്ങളിലും അനുകൂലമായ തീരുമാനങ്ങൾ എടുക്കുവാൻ സാധിക്കും.
ധനപരമായ കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമാക്കി തീർക്കുവാൻ തീരുമാനങ്ങളാൽ സാധിക്കും. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് പ്രശ്ന പരിഹാരങ്ങൾ വന്നു ചേരുന്നതായ സമയവും കൂടാതെ തർക്കങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോവുകയും ഭാഗ്യം അനുകൂലമാകുന്ന സാഹചര്യവുമാണ് കടന്നു വരിക. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലം തന്നെയാകുന്നു. തുലാം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് ചിത്തിര അവസാന പകുതി, ചോതി, വിശാഖം ആദ്യ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രക്കാർ. തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ജാതകത്തിൽ പല വിധത്തിലും അനുകൂലമായ കാര്യങ്ങൾ കടന്നു വരുന്ന സാഹചര്യമാണ് ഉണ്ടാവുക. പല പരിശ്രമങ്ങളും വിജയത്തിൽ എത്തിച്ചേരുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. പല വിധത്തിലും അംഗീകാരങ്ങൾ നിങ്ങളെ തേടിയെത്താം. പരിശ്രമങ്ങൾ വിജയത്തിൽ കലാശിക്കാവുന്നതാണ്. ആഗ്രഹിക്കുന്നതായ പല കാര്യങ്ങളും ജീവിതത്തിലുണ്ട്. എന്നാൽ പലതും സ്വന്തമാക്കുവാൻ സാധിക്കാത്ത സാഹചര്യമാണ് ജീവിതത്തിലുള്ളത്. അതിൽ മാറ്റങ്ങൾ വന്നു ചേരും. ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും. ദാമ്പത്യ ജീവിതം, കുടുംബ ജീവിതം കൂടുതൽ സന്തോഷകരമായി നിലനിൽക്കാം. പലവിധ പ്രശ്നങ്ങളെയും പരിഹരിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും. സാമ്പത്തികമായി ഉയരത്തിലെത്തുവാൻ സാധിക്കും. കൂടാതെ പണത്തിന് മുകളിൽ കിടന്നുറങ്ങുന്നതായ കാര്യങ്ങൾ, അത്തരത്തിൽ നിങ്ങൾക്ക് ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരാം. അനുകൂലമായ മാറ്റങ്ങൾ വന്നു ചേരാം. ആഗ്രഹ സാഫല്യങ്ങൾ ജീവിതത്തിലേക്ക് സ്വന്തമാക്കുവാൻ സാധിക്കും. പല വ്യക്തികളുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ പരിഹരിച്ച് തന്നെ മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. വിദേശത്തേക്ക് പോകുവാനുള്ള അവസരങ്ങൾ വന്നു ചേരുക, വാഹന ഭാഗ്യം വന്നു ചേരുക, സമ്മാനങ്ങൾ ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങളും ജീവിതത്തിലേക്ക് വന്നു ചേരാം. കടബാധ്യതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഒരു പരിധിവരെയെങ്കിലും ഒഴിവാക്കുവാൻ സാധിക്കുന്നു എന്ന പ്രത്യേകതയും ഈ സമയത്തുണ്ട്. പൊതുവിൽ ഈ സമയം നിങ്ങൾ ആവശ്യപ്പെടുന്നതായ കാര്യങ്ങൾ അത് ചില തടസ്സങ്ങളുണ്ട് എങ്കിൽ പോലും അത് തരണം ചെയ്ത് നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്നതായ ധനം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും നിങ്ങളിലേക്ക് വന്നു ചേരാം. മകരം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി എന്നീ നക്ഷത്രക്കാർ. മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി ഭവിക്കുന്ന സാഹചര്യം തന്നെയാണ് വന്നു ചേരുക. കാരണം ഈ വിഷുക്കാലം നിങ്ങൾക്ക് മറക്കുവാൻ സാധിക്കാത്തതായ ഗുണാനുഭവങ്ങൾ പ്രദാനം ചെയ്യുന്നതായ സമയമാണ്. പ്രധാനമായും കടബാധ്യതകൾക്ക് പരിഹാരങ്ങൾ കണ്ടെത്തുവാൻ സാധിക്കും. മനസ്സിനെ അലോസരപ്പെടുത്തുന്നതായ ആ പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ കണ്ടെത്തി മുന്നോട്ട് പോകുവാൻ സാധിക്കും. കൂടാതെ ഈ സമയം നിങ്ങളുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുന്നതായ സമയമാണ്. വിദേശത്തേക്ക് പോകുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. തൊഴിൽ സംബന്ധമായ കാര്യങ്ങൾ അനുകൂലമാവുക, തൊഴിൽ മാറുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. ബിസിനസ്സുമായി ബന്ധപ്പെട്ടും ചില നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. സന്തോഷം ഇരട്ടിപ്പിക്കുന്നതായ ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. കൂടാതെ ഈ സമയം സാമ്പത്തിക സ്ഥിതിയിൽ കാര്യമായ മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാം. ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കപ്പെടാനുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. സന്തോഷവും സമാധാനവും നിലനിൽക്കുകയും ചെയ്യും. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലം തന്നെയാകുന്നു. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് വന്നു ചേരുന്നതായ ചില പ്രശ്നങ്ങളെ തരണം ചെയ്യുവാൻ സാധിക്കും. പണം കൈകളിൽ നിലനിൽക്കും എങ്കിൽ പോലും ചില ചെലവുകൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അത്തരം കാര്യങ്ങളിൽ അല്പം നിയന്ത്രണം വരുത്തേണ്ടതും അനിവാര്യം തന്നെയാകുന്നു. പല പ്രതിസന്ധികളിലും നിങ്ങൾ വിചാരിക്കുന്ന വ്യക്തികളിൽ നിന്നും സഹായം ലഭിക്കണം എന്നില്ല. എന്നാൽ മറ്റു ചില വ്യക്തികൾ സഹായത്തിന് എത്തി എന്ന് വരാം. അഭിവൃദ്ധിക്ക് സഹായകരമായ ചില കാര്യങ്ങൾ ചെയ്യുക, ശരിയായ രീതിയിൽ തീരുമാനങ്ങൾ കൈക്കൊള്ളുക തുടങ്ങിയ കാര്യങ്ങൾ വന്നു ചേരാം. സാമ്പത്തിക സ്ഥിതി അനുകൂലമാക്കി തീർക്കുവാൻ സഹായകരമായ കാര്യങ്ങൾ സംഭവിക്കാം. ഭാഗ്യം നിങ്ങളെ തുണയ്ക്കുന്നതായ സമയമാണ്. പല കാര്യങ്ങളും കൈപ്പിടിയിൽ ഒതുക്കി തീർക്കുവാൻ സാധിക്കും. ദാമ്പത്യ ജീവിതം നിങ്ങൾക്ക് അനുകൂലമായി തീരാം. സന്തോഷവും സമാധാനവും ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കും. സാമ്പത്തികമായി ഉയരത്തിലെത്തുവാൻ സാധിക്കുന്ന സാഹചര്യം തന്നെയാണ് കടന്നു വരിക. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലം തന്നെയാണ്. ചില വ്യക്തികൾ മൂലം ചില ദോഷകരമായ കാര്യങ്ങൾ വന്നു ചേരും എങ്കിലും പല കാര്യങ്ങളും ചിന്തിച്ച് പ്രവർത്തിക്കുന്നതിനാൽ അത്തരത്തിൽ വന്നു ചേരുന്നതായ ദോഷകരമായ കാര്യങ്ങളെ തരണം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും. എന്നാൽ ആരെയും കണ്ണടച്ച് വിശ്വസിച്ച് തീരുമാനങ്ങൾ എടുക്കുകയോ മുന്നോട്ട് പോവുകയോ ചെയ്യരുത്. നിങ്ങൾക്ക് ശരിയായി തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്യുവാൻ പാടൂ. ചെലവിന്റെ കാര്യത്തിൽ അല്പം കൂടി ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്.
അമിതമായ ചെലവിനാൽ ധനപരമായ നഷ്ടങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകളും കൂടുതലാകുന്നു. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലം തന്നെയാണ്. വിഷു മുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി ഭവിക്കാം.